Are you ready? Yes. ഇവിടെ വന്നിട്ട് കാക്കിനെ നോക്കിയിട്ടില്ല ചെല്ലനെ വേണ്ട. അല്ല അതും കണ്ടില്ല. എവിടെയാ പോണെന്ന് പറഞ്ഞു? ഇവിടെ വലിയ കുണ്ടാണോ? പോന്നില്ലേ പോടാ ആയിട്ടാ ബാബാ. ഹേ ഗായ്സ്, അസ്സലാമു അലൈക്കും. ഷാസ് കോർണർ ഹിയർ. ഇന്നത്തെ സ്പെഷ്യൽ വീഡിയോ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എക്വാ വെഞ്ചർ വേൾഡിന്ന് ഫ്രീ ടിക്കറ്റ് അലോട്ട്മെന്റ് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ മാർച്ച് ഏപ്രിൽ മാസത്തിലൊക്കെ. അപ്പോൾ ആ ടൈമിൽ എനിക്കും ഒരുപാട് ബുദ്ധിമുട്ടിയിട്ട് ഒരു 8 ഫ്രീ ടിക്കറ്റ്സ് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒരു ജൂനിയർ ടിക്കറ്റും പിന്നെ ഒരു 7 അഡൽട്ട് ടിക്കറ്റുമാണ് കിട്ടിയിട്ടുണ്ടായിരുന്നേ. അപ്പോൾ നമ്മൾ ഫ്രണ്ട്സ് ഫാമിലീസ് ഒക്കെ ആയിട്ട് എക്വാ വെഞ്ചർ വേൾഡ് നമ്മളൊന്ന് എക്സ്പ്ലോർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ കറൻ്റ്ലി ഏപ്രിൽ 19 വരെ മാത്രം ഈ ഒരു ഫ്രീ ടിക്കറ്റ്സ് അലോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ ഫ്രീ ടിക്കറ്റ്സ് ഇല്ലയെന്ന് ആരും ബേജാറാവണ്ട. കാരണം നമ്മൾ എക്വാ വെഞ്ചറിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ കയറി കഴിഞ്ഞാൽ അവർ ബൈ 1 ഗെറ്റ് 1 ഓഫർ കറൻ്റ്ലി കൊടുക്കുന്നുണ്ട്. അപ്പോൾ വാട്ടർ പാർക്ക് മാത്രം മതിയെങ്കിൽ നമുക്ക് 190 ദിർഹംസേ ആവുന്നുള്ളൂ. ഒരു ടിക്കറ്റ് 190 കൊടുത്തെടുത്താൽ 1 ഫ്രീ ആയിട്ട് കിട്ടും നമുക്ക്. അതേപോലെ വാട്ടർ പാർക്ക് പ്ലസ് നമുക്ക് അക്വേറിയം കൂടി എക്സ്പ്ലോർ ചെയ്യാൻ 210 ദിർഹംസേ ആവുന്നുള്ളൂ. എന്തുകൊണ്ടും വർത്താണ് നമ്മൾ വാട്ടർ പാർക്ക് പ്ലസ് അക്വേറിയം എടുക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ലാസ്റ്റ് ടൈം ഫ്രീ ടിക്കറ്റ്സ് ആണ് കിട്ടിയത്. എന്നാലും ആ ഒരു ടൈമിൽ അക്വേറിയത്തിന് 20 ദിർഹംസ് ആയിരുന്നു ഓഫറായിട്ട് ഉണ്ടായിരുന്നേ. നമുക്ക് മോർണിംഗ് അവിടെ കയറി ചെന്നപ്പോൾ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു 20 ദിർഹംസ് ഒരാൾക്ക് അക്വേറിയത്തിന് വരുന്നുണ്ടെന്ന്. അപ്പോൾ നമ്മളത് ആ ടൈമിൽ തന്നെ ക്യാഷ് കൊടുത്തെടുക്കണം. ഈവനിങ് 4 o'clock കഴിഞ്ഞാൽ ടിക്കറ്റ് കൗണ്ടർ ക്ലോസ് ചെയ്യും. അത് കഴിഞ്ഞിട്ട് നമുക്ക് ടിക്കറ്റ് എടുക്കാൻ പറ്റൂല. നമ്മൾ വിചാരിച്ച് ഒരുപാട് എക്സ്പ്ലോർ ചെയ്യാനുണ്ടല്ലോ, ടൈം തികഞ്ഞില്ലെങ്കിൽ എന്ന് വിചാരിച്ചിട്ട് എന്ത് ചെയ്ത് അക്വേറിയത്തിൻ്റെ ടിക്കറ്റ് എടുത്തിട്ടുണ്ടായിരുന്നില്ല. ആക്ച്വലി 4 o'clock ഒക്കെ ആയപ്പോഴത്തേക്കിനും നമുക്ക് അവിടെ എക്സ്പ്ലോർ ഒക്കെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ എഗെയിൻ നമ്മൾ ടിക്കറ്റ് കൗണ്ടറിന് വരാൻ നിന്നില്ല. കാരണം ടിക്കറ്റ് കൗണ്ടറിൽ എത്തുമ്പം എന്തായാലും ടൈം അപ്പ് ആവും. അതുകൊണ്ട് പിന്നെ എഗെയിൻ 6 o'clock വരെ നമ്മൾ വാട്ടർ പാർക്കിൽ തന്നെ എക്സ്പ്ലോർ ചെയ്തിട്ടുണ്ടായിരുന്നേ. അപ്പോൾ നമുക്ക് ഒരാൾക്ക് 20 ദിർഹംസ് ആയിരുന്നല്ലോ അക്വേറിയത്തിനുണ്ടായിരുന്നത്. കറൻ്റ്ലി അവർ 210 ദിർഹംസ് ആണ് കൊടുക്കുന്നത് ഓഫറിൽ. അപ്പോൾ ഒരാൾക്ക് 10 ദിർഹംസ് വെച്ചേ കിട്ടുന്നുള്ളൂ, അക്വേറിയത്തിന് പേയ്മെൻറ്റ് വരുന്നുള്ളൂ. അപ്പോൾ എന്തുകൊണ്ട് നിങ്ങൾ 210 ദിർഹംസ് കൊടുത്തിട്ട് എക്സ്പ്ലോർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നവർ ടിക്കറ്റ് എടുക്കാൻ നോക്കുക. മാക്സിമം എൻജോയ് ചെയ്യുക. അത്രയും വർത്താണ്. 210 ദിർഹംസ് ഒക്കെ കൊടുക്കുമ്പോൾ നമുക്ക് ഒരാൾക്ക് 105 ദിർഹംസേ വരുന്നുള്ളൂ. എന്തുകൊണ്ടും വർത്തായിരിക്കും നിങ്ങൾക്ക് ഈ ഒരു ടിക്കറ്റ്. പിന്നെ മെയിനായിട്ട് അറിഞ്ഞിരിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ടിക്കറ്റ് ബുക്ക് ചെയ്യുന്ന ടൈമിൽ കറക്റ്റായിട്ടുള്ള മെയിൽ ID തന്നെ കൊടുക്കാൻ ശ്രദ്ധിക്കണം. നമ്മുടെ മെയിൽ IDയിലോട്ടായിരിക്കും ടിക്കറ്റ്സ് വരുന്നത്. ഇൻ കേസ് എന്തെങ്കിലും ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ടിക്കറ്റ് ബുക്ക് ചെയ്യുന്ന ടൈമിൽ നമുക്കൊരു രജിസ്ട്രേഷൻ ID കിട്ടുമല്ലോ, അത് സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കണം. എന്നിട്ട് നമ്മൾ ടിക്കറ്റ് കൗണ്ടറിൽ ഈ ഒരു രജിസ്ട്രേഷൻ ID കാണിക്കുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ നിന്ന് അവർ ടിക്കറ്റ്സ് അലോട്ട് ചെയ്യും. പിന്നെ നമ്മുടെ വേറൊരു കേസ് വരുന്നത് ബാഗേജ് ചെക്കിംഗ് ആണ്. നമുക്ക് ഫുഡ് പുറത്തുനിന്നൊന്നും അകത്തോട്ട് കൊണ്ടുപോകാൻ പറ്റത്തില്ല. അപ്പോൾ ബാഗേജ് ചെക്കിങ്ങിൽ അങ്ങനെ എന്തെങ്കിലും ഫുഡ് ഉണ്ടെങ്കിൽ അവർ അതെടുത്ത് കളയും. അപ്പോൾ എൻ്റെ കൂടെ കുഞ്ഞുള്ളത് കൊണ്ട് തന്നെ ഞാൻ കുറച്ച് കൂടുതൽ സ്നിക്കേഴ്സൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഡ്രസ്സിൻ്റെ കൂട്ടത്തിലുണ്ടായിരുന്നത് കൊണ്ട് അവരൊന്നും ചെക്ക് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അതേപോലെ കുറച്ച് ഫ്രൂട്ട്സ് എടുത്തിട്ടുണ്ടായിരുന്നു. ഫ്രൂട്ട്സൊക്കെ അലൗഡ് ആണ് കുഞ്ഞുള്ളത് കൊണ്ട്, അതൊന്നും അവരെടുത്ത് കളഞ്ഞിട്ടൊന്നുമില്ല. പിന്നെ മെയിനായിട്ട് ഒരു കുപ്പി വെള്ളം എടുക്കാൻ ശ്രദ്ധിക്കണം. ഒരു കുപ്പി വെള്ളത്തിന് അകത്ത് നമ്മൾ 30 ദിർഹംസ് കൊടുക്കണം. ഇപ്പോൾ നമ്മൾ ഒരു കുപ്പി വെള്ളം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ബോട്ടിൽ റീഫിൽ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് നമുക്ക് ഇൻസൈഡിൽ. അതുകൊണ്ട് നമുക്കൊരു കുപ്പി വെള്ളം മസ്റ്റായിട്ട് എടുക്കണം. പിന്നെ ഇൻസൈഡ് ഫുഡിന് ഭയങ്കര കോസ്റ്റ്ലിയാണ്, ഒരിക്കലും അഫോർഡബിൾ അല്ല.
പിന്നെ മെയിനായിട്ട് വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ലഗേജ് വെക്കാനുള്ള റാക്ക് നമ്മൾ അവിടെ നിന്ന് എടുക്കണം. സ്മോൾ റാക്ക് ഉണ്ട്, അതേപോലെ ബിഗ് റാക്ക് ഉണ്ട്. നമ്മൾ 3-4 ഫാമിലീസൊക്കെ ആയിട്ടാണ് പോയത് അവിടെ. അപ്പോൾ വലിയ റാക്കിന് 80 ദിർഹംസാണ് വരുന്നത്. നമ്മൾ വലിയ റാക്കാണ് എടുത്തത്. അപ്പോൾ ആ ഒരു ഷെൽഫിന് നമ്മൾ എല്ലാവരുടെ തിങ്സും നമ്മൾ അതിൽ വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അതേപോലെ നമ്മൾ പോളിസ്റ്റർ ഡ്രസ്സ് മാത്രം എടുക്കാൻ ശ്രദ്ധിക്കണം. ഒരിക്കലും കോട്ടൺ ഡ്രസ്സ് എടുക്കരുത്. എല്ലാ റൈഡിലോട്ട് നമ്മളെ കോട്ടൺ ഡ്രസ്സ് ആണെങ്കിൽ കയറ്റത്തില്ല. അപ്പോൾ പോളിസ്റ്റർ ഡ്രസ്സ് ആണെങ്കിൽ മാത്രം നമ്മൾ എല്ലാ റൈഡിലേക്ക് അലൗഡ് ഉള്ളൂ. നമ്മൾ ഇൻസൈഡ് എൻട്രി ചെയ്യുന്ന ടൈമിൽ ഓരോരുത്തർക്കും ഓരോ വാച്ച് തരും അവർ. നമ്മൾ എല്ലാ റൈഡ്സിലും കയറുന്ന ടൈമിൽ ആ വാച്ച് വെച്ച് വേണം സ്കാൻ ചെയ്യാൻ വേണ്ടിയിട്ട്. അതേപോലെ നമ്മുടെ ലോക്കർ ഉണ്ടല്ലോ, അതിലേക്കും ഈ ഒരു വാച്ചായിരിക്കും നമ്മൾ സ്കാനറായിട്ട് സെറ്റ് ചെയ്ത് തരുന്നത്. പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മൾ ഈവനിങ് വരുന്ന ടൈമിൽ ഈ ഒരു വാച്ച് ഉണ്ടല്ലോ അവർക്ക് റിട്ടേൺ ചെയ്യണം. അതുകൊണ്ട് നമ്മൾ ഈ വാച്ച് സൂക്ഷിച്ചു വെക്കാൻ തന്നെ ശ്രദ്ധിക്കുക. ഒരിക്കലും മിസ് ചെയ്യാൻ പാടില്ല. ഞാനൊക്കെ ശരിക്കും Oh my god. Oh my god! நீங்க என்ன ஊருக்கு போனோம் എങ്ങനെയാ போதையில்லை போட Are you ready? Yes. ഭയങ്കര പവർ ഉണ്ടാവും മാത്രം. ഓക്കെ
മോനെ ഓക്കേ എന്റെ മോനെ ആയിട്ട ബാബാ ചെക്കൗട്ട് ആക്കാണ്ട് പക്ഷേ ഇതാണ് ഞാൻ ഇരിക്കുന്നില്ല ഇത്രക്കണെന്തില്ലാണത് രണ്ട് മിഠായി വാങ്ങിട്ടാടാ മാത്രം ಬರ್ರಿ 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 நீங்க ನನ್ನ களியாக்கிட்டு போயின்னு நீங்க തലമുടിയിലൊക്കെ കരുതി
ഇവിടെ വലിയ കുണ്ടാണോ? போலத்திருக்குல்ல ஓகே ஓகே നമ്മളിങ്ങനെ കറങ്ങി നടക്കുമല്ലോ വെള്ളത്തിൽ കൂടെ. coba. Iya, Cu. ബോസ് എന്താണ് താങ്കൾക്ക് അഭിപ്രായം പറയാനുള്ളത്? ബോസ് ബോസ് കൊള്ളാവാ? സൂപ്പറാണ്. ഓക്കെ ഇതല്ല വിഷയം നിങ്ങൾക്ക്. വീഡിയോ സൂപ്പർ. ഒന്നും വന്നില്ല. ലാൻഡ്സ്കേപ്പ് അല്ല, ഇങ്ങനെ ഇടുന്നേ പറ്റത്തുള്ളൂ. ഓടെ നീ എത്ര പാറ്റട നിന്റെ വീട്ടിലെ കാലൊക്കെ ഇത് ഫുള്ള് പൊന്തിക്കാണ്. ఫ్రెండ్ పిడికినా వీడియో ఏ తీతా నాకు కావాలా నోగా
Yep. Yep. Oi. ഓരോന്ന് കണ്ണിക്കുന്നില്ല ഓരോന്ന് എന്തെങ്കിലും ബീച്ച് കളിക്കുന്നില്ല ഇല്ല അത് തന്നെ അപ്പുറത്ത് പോ ലാസ്റ്റ് ഇതുവരെ പോകുന്ന കണ്ട ആക്ച്വലി നിൽക്കേണ്ട വള്ളിയാണ് ഇത് പോയത്. ഈടെ വന്നിട്ട് കാക്കിനെ നോക്കിയിട്ടില്ല ചെല്ലനെ വേണ്ട അല്ല അതും കണ്ടല്ല